പരമോന്നതമായ വാഴ്ച, അതാണ് നമ്മൾ ഈ സന്നിധാനത്തിൽ വന്ന് അനുഭവിക്കുന്നത്. ലോകത്തിലെ എല്ലായിടത്തിലും എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. എന്നാൽ ദൈവത്തെ പ്രത്യക്ഷമായി കാണണമെങ്കിൽ താൻ തന്നെ ഒരുങ്ങി വന്നെങ്കിലേ കഴിയൂ. അപ്രകാരം ഒരുങ്ങി വന്ന് ശുഭാനന്ദ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് മർത്യജന്മങ്ങൾക്ക് കാണുവാൻ തക്ക വിധം കരുണയോടുകൂടി വാഴുന്ന വാഴ്ചയാണ് ശുഭാനന്ദ അവതാരം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കലിയുഗ അവതാരം എത്രയാനന്ദം, കലിയുഗ അവതാരം ആരാഞ്ഞറിയുന്നവർക്കു ആനന്ദം തന്നെ. ഇങ്ങനെ ആരാഞ്ഞറിഞ്ഞ് ആരാധിക്കുന്നവർക്ക് ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുവാൻ, ശുഭമായ ആനന്ദം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ഗുരുവിനെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ പൂർണ്ണമായി അറിയുവാനുള്ള ശ്രമം നിങ്ങളിൽ നടക്കേണ്ടതാണ്. അതിനെ പൂർണ്ണമായും ഗ്രഹിക്കുവാനുള്ള ശ്രമം നിങ്ങളിൽ നടക്കേണ്ടതാണ്. പൂർണ്ണരൂപത്തെ ആത്മാവായി കാണുവാനുള്ള സത്യവ്രതത്തെ നിങ്ങൾ ധരിക്കേണ്ടതാണ്. അറിവ് ഗുരുവിൽ നിന്ന് ലഭിക്കും, കർമ്മം നിങ്ങളിൽ കൂടിയാണ് പൂർത്തിയാവേണ്ടത്. അതാണ് ലോകത്തിൻ്റെ വ്യവസ്ഥ. അല്ലാതെ ആർക്കും എളുപ്പവഴികൾ കൊടുത്തിട്ടേയില്ല. ഒരാളിന് പോലും ഒരു എളുപ്പവഴിയില്ല. ഇതിനകത്ത് മോഡറേഷൻ ഇല്ല. എല്ലാം കൃത്യമായ കണക്കുകളിൽ കൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകാന്ത്യം വരെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ അറിവിനെ സ്വീകരിച്ച് ഈ മായാലോകത്തെ ജയിച്ച് ഉന്നതനാകുന്ന ഗുരുവിനെ ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കുവാനുള്ള പ്രാപ്തി എനിക്കുണ്ടാവണമെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. വീട്ടിൽ ഒരാൾ ഭക്തിയോടുകൂടി ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം നേടാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ബാഹ്യമായ പല കാര്യങ്ങളും സന്തോഷമായി നടക്കും. പക്ഷേ അവനവന് വിശപ്പ് വന്നാൽ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ അവനവൻ്റെ ആത്മസുഖത്തിന് അവനവൻ തന്നെ കർമ്മം ചെയ്യണം. അത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. സൃഷ്ടി ആരംഭത്തിൽ തന്നെ നിയമിച്ച നിയമമാണ്. അതിനെ അഴിക്കാൻ സൃഷ്ടാവിന് പോലും സാധ്യമല്ല. അങ്ങനെ അഴിക്കാൻ പറ്റുന്നതല്ല, അഴിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഒന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഉൾപ്പെട്ട് നിന്നുകൊണ്ടാണ് ദൈവം പോലെ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന് ഓരോ ശരീരവാഴ്ചകളെയും ത്യാഗകർമ്മങ്ങളെയും പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തന്മാരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് എപ്പോഴും സൽക്കർമ്മങ്ങളിൽ കൂടി ജീവിതം ചെയ്യുവാനുള്ള സത്ചിന്ത നിലനിൽക്കട്ടെ.